ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചിന്തിക്കും. 1, കുഞ്ഞാടിൻ്റെ കല്യാണം. 2, തന്നെത്താൻ ഒരുക്കേണ്ടുന്ന മണവാട്ടി. 3, വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അങ്കികൾ, വസ്ത്രങ്ങൾ. ഈ 3 കാര്യങ്ങളാണ്. സാധാരണ ഒരു വിവാഹ സമയങ്ങളിൽ ഒരു മണവാട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരുക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്തെ വിവാഹങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പം 10,000-കണക്കിന് രൂപ ചിലവാക്കി എത്രയോ ദിവസങ്ങൾ സമയം എടുത്തിട്ടൊക്കെയാണ് വിവാഹത്തിന് വേണ്ടി ഒരു മണവാട്ടി ഒരുക്കുന്നത്. ഒരുങ്ങി കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല, വിയർക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്ര ബദ്ധപ്പാടുകളും ബുദ്ധിമുട്ടുകളുമാണ്. ഈ ചില സ്ഥലത്തൊക്കെ ഒരുക്കി കല്യാണം കഴിക്കാൻ വരുന്നവരിത് ഞാൻ കണ്ട പെൺകുട്ടിയാണോ എന്ന് പോലും സംശയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിവാഹങ്ങളിലെല്ലാം, ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളിലും മണവാട്ടിയെ മറ്റാരെങ്കിലും ഒരുക്കുമ്പോൾ സ്വർഗീയമായ വിവാഹത്തിന് മണവാട്ടി തന്നെത്താൻ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിലാണ്, 19-ന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ എല്ലാം നമ്മൾ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് 19-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവമായ കർത്താവ്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. 6-ാമത്തെ വാക്യം അവസാനിക്കുന്നത് അങ്ങനെയാണ്: തകർത്ത ഇടിമുഴക്കം പോലെ, പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ ഞാൻ കേട്ടത് എന്നൊക്കെയാണ്. അപ്പം ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്ന പദം ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വർഗത്തിൽ നിശബ്ദതയല്ല, മൗനമല്ല. സ്വർഗത്തിൽ സംഗീതവും അതുപോലെ ആരാധനയും സ്തുതിയുടെ ശബ്ദവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ശബ്ദവുമൊക്കെയാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത്. അപ്പം 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്താണ് സത്യത്തിൽ ഈ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത്? നമ്മൾ കല്യാണം എന്നൊക്കെ പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് വേഗത്തിൽ ഓടിയെത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളാണ് ഇല്ലേ? കല്യാണത്തിൻ്റെ സദ്യയും അതിനുശേഷമുള്ള വിവാഹ ജീവിതവും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വിവാഹം എന്ന് പറയുമ്പം നമ്മൾ ഈ പഴയ നിയമ ഇസ്രായേലിൻ്റെ കോണ്ടക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പം യഹോവയാം ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ ചില സമയങ്ങളിൽ വിവാഹബന്ധത്തോട് ഉപമിച്ചിട്ടുണ്ട്. കന്യക. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ ജീവിതത്തിൽ ആ ഒരു ബന്ധത്തിന് പ്രാധാന്യമാണ്. അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ അവർ വിവാഹം കഴിച്ചു കഴിയുമ്പം പിന്നെ അവരൊന്നിച്ച് ആ ഒരു ബന്ധം എത്ര ദൃഢമായൊരു ബന്ധമാണില്ലേ? ആ ബന്ധത്തിൽ നിന്നാണ് പിന്നീട് തലമുറകൾ പിറക്കുന്നത്. അപ്പം ഈ ഒരു വിവാഹ ബന്ധത്തിൻ്റെ അകത്ത് നമുക്കറിയാം വിശ്വസ്തത ആവശ്യമാണ്. വിവാഹ ബന്ധത്തെ നിലനിർത്തുന്ന ഒന്ന് വിശ്വസ്തതയാണ്. പങ്കാളിമാരിൽ ആരെങ്കിലും അവിശ്വസ്തരായാൽ ആ ബന്ധം എത്ര നാൾ തുടരുമെന്നറിയത്തില്ല. അപ്പോൾ വിശ്വസ്തതയും സ്നേഹവും പരസ്പര ആശ്രയവും അങ്ങനെ എല്ലാ ദൈവികമായ മൂല്യങ്ങളും നമുക്ക് ഒരു കുടുംബജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തെ ഒരു അശുദ്ധമായ ഒരു കാര്യമല്ല, ഇതിനെ വിശുദ്ധമായ ഒരു ദൈവിക വ്യവസ്ഥയായിട്ടാണ് ബൈബിൾ വിവാഹത്തെ ചിത്രീകരിക്കുന്നത്. അതായത് വിവാഹം, കുടുംബജീവിതമൊക്കെ ഒരു വിശുദ്ധാവസ്ഥയാണ്, അതൊരു അശുദ്ധമായ ഒരു കാര്യമല്ല. അത് ദൈവം അതിനെ വിശുദ്ധമായി കാണുന്നു എന്നുള്ളതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ക്രിസ്തു വന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം കഴിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഒന്നും വിട്ടുപോകരുത്
അങ്ങനെയൊക്കെയുള്ള എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വിവാഹ നിശ്ചയം കഴിച്ച ഉടനെ അല്ല വിവാഹം നടക്കുന്നത്. നിശ്ചയം കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ, ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ് ഈ മണവാട്ടിയെ കൊണ്ടുപോകാനായിട്ടൊക്കെ വരുന്നത്. എന്നതുപോലെ നമ്മുടെയൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതായത് യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. മണവാളനായ കർത്താവ് താമസം വിന മടങ്ങി വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ രാജാവായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനാൽ സന്തോഷിക്കുക, ഘോഷിച്ച് ഉല്ലസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു പ്രവചന നിവൃത്തിയാണ്. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ അമ്മ മറിയം കന്യകയായ ആ അമ്മ മറിയത്തിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ചില വാഗ്ദത്തങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും കുറഞ്ഞത് 6 വാഗ്ദത്തങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 6 വാഗ്ദത്തങ്ങൾ. ഒന്ന്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആണായിരിക്കും, മകനായിരിക്കും, യേശുവെന്ന് പേരിടണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്വത്തിന് അന്തം ഉണ്ടാകത്തില്ല, പിതാവാം ദൈവം ആ സിംഹാസനം അവന് കൊടുക്കും. അങ്ങനെ 6 പ്രവചനങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇതിൽ യാക്കോബ് ഗൃഹത്തിന് എന്നും രാജാവായിരിക്കും, പിതാവാം ദൈവം സിംഹാസനം കൊടുക്കുമെന്നുള്ള ആ ഒരു യേശുവിൻ്റെ അമ്മ മറിയോട് കൊടുത്തിട്ടുള്ള പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് പ്രിയമുള്ളവരെ നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം, യേശു ക്രിസ്തു രാജാവായി തീരുന്നത് എല്ലാ കാലത്തുമുള്ള ദൈവഭക്തന്മാരുടെ പ്രതീക്ഷയായിരുന്നു, അവരുടെ പ്രത്യാശയായിരുന്നു. നമ്മളും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. എന്താണ് ഈ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത്? ദൈവഭക്തന്മാരെല്ലാം എല്ലാ കാലത്തും പ്രതീക്ഷയോടെ ഇരുന്നത്. ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തരത്തിലുള്ള ഒരു കല്യാണമായിട്ട് നമ്മളതിനെ ധരിക്കരുത്. അതായത് ആ ഒരു ബന്ധം, ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മക്കൾ എല്ലാ കാലത്തും വസിക്കാനായിട്ട് പോകുന്ന ആ മനോഹര നിമിഷമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. പക്ഷേ ഈ കല്യാണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ പറഞ്ഞത്, തന്നെത്താൻ ഒരുക്കുന്ന കാന്ത. ഈ ഭൂമിയിലെ സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ മണവാട്ടിമാരെല്ലാം മറ്റാരെങ്കിലും അവരെ ഒരുക്കിയിട്ടാണ് അവർ വിവാഹവേദിയിലേക്ക് എത്തുന്നത്. പക്ഷേ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ കാന്ത സ്വയം ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരുപക്ഷെ മറ്റുള്ളവരൊന്നും ഒരുക്കാനും സഹായിക്കാനും കൈപിടിച്ചുയർത്താനും ഒന്നുമില്ലെങ്കിലും നമ്മളെ തന്നെ ഒരുക്കുകയാണ്. എങ്ങനെയാണ് നമ്മളെ ഒരുക്കുന്നത്? അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അവൾക്ക് ശുദ്ധവും, 8-ാമത്തെ വാക്യമാണ്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെയാണ്. നമ്മൾ ബൈബിളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ കുറച്ചധികം വസ്ത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സത്യത്തിൽ ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെത്താൻ ഒരുങ്ങിയാണ് ഈ മണവാട്ടി ഒരു വിവാഹ വേദിയിലേക്ക് വരുന്നത്. അത് കുറച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലേ. സത്യത്തിൽ ഈ വിവാഹ വസ്ത്രം അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്ത്രങ്ങളുടെ പർച്ചേസ് നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇല്ലേ. എന്നതുപോലെ ബൈബിളിൽ വസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം അതിൽ ഒന്നാമത്തേത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, തന്നെത്താൻ ഒരുക്കുന്നു. സത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് തന്നെത്താൻ ഒരുക്കേണ്ടുന്നത്? നമ്മൾ വിശുദ്ധിയിലും നിർമ്മലതയിലും ദൈവവചന അനുസരണത്തിലും തന്നെത്താൻ ഒരുക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. എല്ലാ തരത്തിലുള്ള ദോഷവും നമ്മൾ വിട്ടകലണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മളത് കാണുകയാണ്. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്താ? ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പത്രോസിൻ്റെ ലേഖനത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? കർത്താവിൻ്റെ വരവ് അടുക്കൽ ആകും തോറും നമ്മൾ
എത്ര ഭക്തിയുള്ളവരാകണം, എത്ര വിശുദ്ധ ജീവിതം ഉള്ളവരാകണം അല്ലേ? നീതിമാൻ പോലും പ്രയാസേന രക്ഷപ്പെടുന്നെങ്കിൽ പാപിയുടെയും അഭക്തൻ്റെയും ഒക്കെ ഗതി എന്താകുമെന്നുള്ളതുപോലെ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതൊരുക്കമാണ്. ഒരു മണവാട്ടി വിവാഹത്തിന് ഒരുങ്ങുന്നത് പോലെ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ദൈവം മുമ്പാകെ നമ്മൾ ഒരുങ്ങിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ആ വാക്യം, ഞാൻ ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ശരിക്കും ഇതൊരു ദൈവകൃപയാണ്. ദൈവകൃപയാണെങ്കിൽ പോലും അവൾ ധരിക്കേണ്ടുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ വസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? ചില വസ്ത്രങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്ന രക്ഷയുടെ വസ്ത്രമാണ്. രക്ഷയുടെ വസ്ത്രം. എന്താണ് ഈ വസ്ത്രം എന്ന് പറയാനുള്ള കാരണം? പറഞ്ഞു തരാം. ഈ സത്യത്തിൽ ഇത് ഈ രക്ഷ, നീതി, പിന്നെ വെള്ള വസ്ത്രം, ഇങ്ങനെയൊക്കെ കാണുമ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വിചാരിക്കും, കോട്ട് കയറ്റി ഇടുന്നത് പോലെ, സാരി ഉടുക്കുന്നത് പോലെ, ഷർട്ട് ഇടുന്നത് പോലെ വസ്ത്രം ധരിക്കുന്ന ഒന്നൊന്നുമല്ല. ഞാൻ സാധാരണ വീഡിയോകളിലൊക്കെ ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ ആത്മീക മർമ്മങ്ങൾ നമ്മളോട് ദൈവം പറയുന്നത് നമ്മുടെ ഭാഷകളിലാണ്. ഇപ്പം വസ്ത്രം ധരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു പിക്ചർ വരുന്നു, നമുക്കതിൻ്റെ ആശയം മനസ്സിലാകുന്നു ഇല്ലേ? വസ്ത്രം ഇല്ലെങ്കിൽ എന്ത് പറ്റും? നഗ്നരാണ് ഇല്ലേ? ഏറ്റവും വിലയേറിയ വസ്ത്രം എന്തിനേക്കാണ് സത്യത്തിൽ കാണിക്കുന്നത്? പണ്ടൊക്കെ വസ്ത്രം നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് വസ്ത്രം ഓരോ വ്യക്തികളുടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നിലവാരങ്ങളെ കാണിക്കുകയാണ്. എന്താ നിലവാരങ്ങളെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാളുടെ വസ്ത്രധാരണം കാണുമ്പോൾ അയാൾ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നവനാണെന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല പാൻറ്റും നല്ല ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ വൃത്തിയായിട്ട് പോയാൽ നമ്മളെ പോലീസുകാരോ ആരെങ്കിലുമൊക്കെ തടഞ്ഞാൽ തന്നെ നമ്മളോട് വളരെ മര്യാദയായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ കീറിയ മുട്ടെല്ലാം കീറിയ പാൻറ്റും പിന്നെ വല്ലാത്ത തരത്തിലുള്ള ഇതും എല്ലാം ഇട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലും, പെട്ടെന്ന് അവരൊന്ന് ശ്രദ്ധിക്കും, ഇവൻ ഏതവനാണെന്ന് നോക്കും ഇല്ലേ? അപ്പം ഒരാളുടെ വസ്ത്രം, നമ്മളെ ഓഫീസുകളിൽ ഡ്രസ് കോഡുകളുണ്ട് അല്ലേ? എന്ന് പറഞ്ഞതുപോലെ വസ്ത്രം എന്ന് പറയുമ്പോൾ ആ വസ്ത്രം കേവലം നഗ്നത മറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ കാണിക്കുന്നത് പോലെ ബൈബിളിൽ വിവിധങ്ങളായ വസ്ത്രങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ടാണ്. അതിൽ ഒന്നാമത്തേത് രക്ഷയുടെ വസ്ത്രമാണ്. ഈ രക്ഷയുടെ വസ്ത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, മണവാളൻ തലപ്പാവണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കുന്നത് പോലെ അവൻ എന്നെ രക്ഷയുടെ വസ്ത്രം ഇടിയിപ്പിച്ചു. അങ്ങനെയാണ് ആ വാക്യം പോകുന്നത്. നിങ്ങളെടുത്തൊന്ന് വായിച്ചു നോക്കുക. സത്യത്തിൽ ഇത് പ്രവാചകനായ യെശയ്യാവ് പഴയ നിയമത്തിലെ വേദപുസ്തകത്തിൻ്റെ അകത്തെ വേദപുസ്തകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 66 പുസ്തകങ്ങളുള്ള ഈ ഒരു പ്രവചന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. ഇത് പഴയ നിയമകാലത്തിൽ ഇത് പറഞ്ഞെങ്കിലും 61-ാം അധ്യായം യെശയ്യാവ് ആരംഭിക്കുന്നത് എളിയവരോട് സദ്വർത്തമാനം പറയുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു വാക്യത്തിൻ്റെ പൂർത്തീകരണം, ഇതിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ യേശു ക്രിസ്തുവിലാണ് കാണുന്നത്. നസറേത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് യേശുവിലാണ് നിവർത്തിക്കപ്പെടുന്നത്. അപ്പം രക്ഷയുടെ വസ്ത്രം എന്ന് പറയുന്നത് എന്താ? ഇത്രയേ ഉള്ളൂ. പാപത്തിൽ കിടക്കുന്ന, ലോകത്തിൽ കിടക്കുന്ന, നിത്യനരകത്തിലേക്ക് പോകാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന മാനവജാതിക്ക് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിലൂടെ, അവിടുത്തെ ബലിമരണത്തിലൂടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു. ആ രക്ഷിക്കപ്പെടുന്ന നമ്മൾ നിത്യതയിലേക്ക് പോകാനായിട്ട് വേർതിരിക്കപ്പെടുന്നു. എല്ലാ വ്യക്തിയും യേശുവിലൂടെയാണ് രക്ഷ, പ്രിയപ്പെട്ടവരെ. അപ്പം യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു. അതാണ് രക്ഷയുടെ വസ്ത്രം. പിന്നെ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും ഭയപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മൾ
ധരിക്കേണ്ടതും ഭയപ്പെടേണ്ടതുമായ ചില കാര്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ഓക്കെ, അടുത്തത് 1 രക്ഷയുടെ വസ്ത്രമാണ്. രണ്ടാമത്തേത് നീതിയുടെ വസ്ത്രമാണ്. എന്താണ് ഈ നീതിയുടെ വസ്ത്രം? ശ്രദ്ധിച്ച് നമുക്ക് പോകാം. നമ്മൾ വിശുദ്ധ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയൊക്കെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കല്യാണ സദ്യ അവിടെ നടക്കുകയാണ്. ഒരു വിരുന്ന് സദ്യ, ഒരു വിരുന്നുശാല. ഈ വിരുന്നുശാലയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ പലരും ഉണ്ട്, പക്ഷെ അവരാരും വന്നില്ല. അത് യഹൂദനുമായിട്ടൊക്കെ ബന്ധത്തിൽ അത് പറയുന്നുണ്ട്. പക്ഷെ വഴിത്തലക്കലെല്ലാം പോയി കണ്ടവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും അകത്ത് കയറി അവർ ഇങ്ങനെ ഇരുന്നപ്പം ഒരാളെ അവിടെ നമ്മൾ കാണുകയാണ്. ആ ആള് കല്യാണ വസ്ത്രം ധരിക്കാതെ അവൻ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ചോദിച്ചു, സഹോദര നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? പക്ഷെ അവന് വാക്ക് മുട്ടിപ്പോയി ഇല്ലേ. അവൻ്റെ കൈയും കാലും എല്ലാം കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പം എന്താണ് സത്യത്തിൽ ഈ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്? നീതിയുടെ വസ്ത്രം. അതായത് ദൈവരാജ്യത്തിൽ സ്വയനീതിയാൽ ആരും രക്ഷപ്പെടില്ല. അതായത് നമ്മൾ പാപപരിഹാര കർമ്മങ്ങൾ നടത്തിയതുകൊണ്ടോ, നമ്മൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്തതുകൊണ്ടോ, നഗ്നപാതരായി നടന്നതുകൊണ്ടോ, ധാരാളം പണം ചെലവാക്കിയതുകൊണ്ടോ ഒന്നും ആരും രക്ഷപ്പെടില്ല. എന്തുകൊണ്ട് അങ്ങനെ രക്ഷപ്പെടത്തില്ലെന്ന് ദൈവം വെച്ചത്? ഇപ്പം 10 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ ഒരാൾ രക്ഷപ്പെടുമെന്നൊരു പ്രമാണം ദൈവം വെച്ചിരുന്നെങ്കിൽ സാധാരണക്കാരെന്ത് ചെയ്തേനേമായിരുന്നു? കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് 1000 കിലോമീറ്ററോളം അപ്പുറത്തൊരു സ്ഥലത്ത് നിങ്ങൾ പോകണം. അവിടെ പോയാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ദൈവം പറഞ്ഞിരുന്നെങ്കിൽ ആ യാത്ര ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്തേനേമായിരുന്നു? അതുകൊണ്ട് സൗജന്യമായി മനുഷ്യന് ദൈവം രക്ഷ നൽകി കൊടുത്തു. എന്താണ് ആ രക്ഷ? യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിച്ച് അവൻ നീതീകരണത്തെ പ്രാപിക്കുക. പക്ഷേ നീതീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വസ്ത്രം എന്താണെന്നറിയാമോ? ആ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ ജലസ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 6-ാം അധ്യായം ജലസ്നാനം. ഈ ജലസ്നാനം എന്ന് പറയുന്നത് ഒരു സഭയുടെയും കൽപ്പനകളല്ല, ദൈവജനത്തിൻ്റെ കൽപ്പനയാണ്. റോമാലേഖനം 6-ാം അധ്യായം, മത്തായി സുവിശേഷം 28-ന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ഗലാത്യർ 3-ന്റെ 27-ാമത്തെ വാക്യം, സ്നാനത്തിലൂടെ ഒരു വ്യക്തി യേശുവിനെ ധരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പം ജലസ്നാനം എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷയിലൂടെ, വിശ്വാസ സ്നാനത്തിലൂടെ ദൈവത്തിന് സ്തോത്രം, ഒരു വ്യക്തി യേശുവിനെ അവൻ ധരിക്കുകയാണ്. നീതിയുടെ വസ്ത്രം, ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നുള്ള നീതിയുടെ വസ്ത്രം. അടുത്ത വസ്ത്രം എന്ന് പറയുന്നത് വെള്ള വസ്ത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ വെള്ള വസ്ത്രം കാണാനായിട്ട് പറ്റും. എന്താണ് ഈ വെള്ള വസ്ത്രം? അതായത് നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ആ ഒരു ദൈവികമായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അതേ നിഴലിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വസ്ത്രത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം നമ്മളായിത്തീരുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അടുത്തത് മറ്റൊരു വസ്ത്രം, സ്തുതിയുടെ അങ്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ന്റെ 3-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ? സ്തുതി എന്ന മേലാട എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതിയുടെ ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിത്തീരണം. സ്തുതിയുടെയും ആരാധനയുടെയും പ്രത്യേകതകൾ നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം വിടുകയാണ്. അടുത്തത് തേജസ്സിൻ്റെ അങ്കിയാണ്. തേജസ്സിൻ്റെ അങ്കി. എന്താണ് തേജസ്സിൻ്റെ അങ്കി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദ്രവത്വമുള്ളതാണ്, താഴ്ചയുള്ളതാണ്, ഇത് ബലഹീനതകളുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മണ്ണോട് മണ്ണായി തീർന്നാലും, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തേജസ് നമ്മുടെ പുനരുദ്ധാന ശരീരങ്ങളിലേക്ക് വന്ന്, അല്ലെങ്കിൽ പുനരുദ്ധാന ശരീരത്തിൽ നമ്മൾ തേജസ്സുള്ളവരായിത്തീരും. അതായത് ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ നമ്മുടെ ബലഹീനതകളെല്ലാം മാറ്റിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഊനമില്ലാത്ത ദൈവത്തിന് സ്തോത്രം, ആ തേജസ്സിൻ്റെ ശരീരം നമുക്ക് കിട്ടും. ആ തേജസ്സിൽ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് ഇല്ലേ? തേജസ്സും അതായത് നക്ഷത്രങ്ങൾക്ക് തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുള്ളതുപോലെ തേജസ്സിൽ വ്യത്യാസമുണ്ടാകും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒക്കെ പഠിപ്പീരുകളിലേക്ക് നമ്മൾ വരുമ്പം നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്, ആ പഠിപ്പീരുകളിൽ നമ്മൾ കാണുന്നത് എത്രത്തോളം ക്രിസ്തുവിൻ്റെ കഷ്ടത്തിന് പങ്കുള്ളവരാകുന്നുവോ
അത്രത്തോളം നമ്മൾ ആ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായി മാറും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വിവാഹ വസ്ത്രമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ഈ വായിച്ചെടുത്ത് നമ്മൾ കാണുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ, അല്ലെങ്കിൽ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ വിവാഹ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു മണവാട്ടി വരുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ചിന്തിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ദൈവകൃപയില്ല, നമുക്ക് പ്രവർത്തികൾ ആവശ്യമാണ്, സൽപ്രവർത്തികൾ ഇല്ലേ? എത്രത്തോളം പ്രവൃത്തി നമുക്ക് ആവശ്യമാണെന്നുള്ളത് നമ്മൾ തീത്തോസിൻ്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പം നമുക്ക് മനസ്സിലാകും. സൽപ്രവർത്തികളിൽ മാതൃകയുള്ളവരായി മാറുക, സൽപ്രവർത്തികൾക്ക് ശുഷ്കാന്തി ഉള്ളവരായി മാറുക, ഒരുങ്ങിയിരിക്കുക, സൽപ്രവർത്തികളിൽ മുൻപന്മാരായിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ക്ഷണിക്കപ്പെട്ടവരുണ്ട്. അത്താഴ സദ്യ എന്ന് പറയുന്നത് അടുത്ത അധ്യായങ്ങളിലേക്ക് നമ്മൾ വരുമ്പം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ആ കല്യാണ സദ്യയുടെ അത്താഴവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ഉള്ളത്. ഈ 45 സങ്കീർത്തനം ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ചവളെ രാജധാനിയിൽ കൊണ്ടുവരുമെന്ന അന്തപുരത്തിലെ രാജ്ഞി ശോഭാപൂർണതയുള്ളവരാകുന്നു, അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് അവളെ രാജധാനിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ ആ സങ്കീർത്തനത്തിൻ്റെ ചില വാക്യങ്ങൾ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നിൻ്റെ പിതൃഭവനത്തെയും സ്വജനത്തെയും ഒക്കെ മറക്കുക, അപ്പം രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അതായത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചിലതെല്ലാം മറന്നേലേ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ വിലയുണ്ടെന്ന് നമ്മൾ കരുതുന്ന പലതിനെയും നമ്മൾ കളഞ്ഞേലേ പറ്റത്തുള്ളൂ. പാപത്തിൻ്റെ സുഖവും, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉള്ള പ്രവർത്തികൾ, അതിനെല്ലാം നമ്മൾ ഉരിഞ്ഞു കളയണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യോഹന്നാന് ഇത്രയും ആത്മീക വെളിപ്പാടുള്ള ഒരാളായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു പരാജയം പറ്റി. പരാജയം എന്ന് പറഞ്ഞ ഒരു തെറ്റ്. ജീവിതത്തിൽ തെറ്റ് ആർക്കും പറ്റും. എന്താണെന്നറിയാമോ? അദ്ദേഹം ഇതെല്ലാം കാണിച്ച ആ ഒരു ദൂതൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് ആ ദൂതൻ, അല്ലെങ്കിൽ ആ ആള് യോഹന്നാനോട് പറയുകയാണ്, നിങ്ങൾ ആ 10ാമത്തെ വാക്യം വായിച്ചു നോക്കുക. അരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനാണ്. ദൈവദൂതന്മാർ സഹഭൃത്യന്മാരാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ സേവയ്ക്ക്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി അയക്കുന്ന സേവകാത്മാക്കളാണ്. ദൈവത്തെ നമസ്കരിക്കുക. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെയും നമ്മൾ ആരാധിക്കരുത്. ദൂതന്മാരെ ആരാധിക്കാൻ പാടില്ല. ദൂതന്മാർ ശക്തിയുള്ളവരാണ്, പക്ഷേ അവർക്ക് ആരാധന പാടില്ല. മാനുഷികമായ ഒന്നിനെയും നമ്മൾ ആരാധിക്കരുത്. ആരാധന ദൈവത്തിന് അർപ്പിക്കുക. അപ്പം നമ്മൾ ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ.